സിക്സ്ത് മൊഡ്യൂളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിക്സ്ത് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിക്സ്ത് മൊഡ്യൂൾ 6ൽ മെയിൻലി വരുന്ന ടോപ്പിക്സ് 2 ഡിസൈൻ ടെക്നിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 6-നകത്ത് മൊഡ്യൂൾ 5-നകത്ത് ഒരു ഡിസൈൻ ടെക്നിക്കായിരുന്നു, ഗ്രീഡി ടെക്നിക്ക്. മൊഡ്യൂൾ 6-നകത്ത് പഠിക്കാനുള്ള ടോപ്പിക്സ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാക്ക് ട്രാക്കിംഗ്. ഫസ്റ്റ് വൺ ഈസ് ബാക്ക് ട്രാക്കിംഗ്. ഇതാണ് ഫസ്റ്റത്. ബാക്ക് ട്രാക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ പഠിക്കണം. ഗ്രീഡി മെത്തേഡിൻ്റെയൊക്കെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ പഠിച്ച പോലെ ബാക്ക് ട്രാക്കിങ്ങിനും കൺട്രോൾ അബ്സ്ട്രാക്ഷൻ വരുന്നുണ്ട്, അത് പഠിക്കണം. പിന്നെ നെക്സ്റ്റ് 2 പ്രോബ്ലംസ് അതിൽ വരുന്നുണ്ട്. ഒരെണ്ണമാണ് എൻക്വീൻസ് പ്രോബ്ലം യൂസിങ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്, എൻക്വീൻസ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബാക്ക് ട്രാക്കിങ്ങിൽ തന്നെ വരുന്ന സെക്കൻഡ് പ്രോബ്ലമാണ് 0 or 1 നാപ്സാക്ക് പ്രോബ്ലം. നാപ്സാക്ക് പ്രോബ്ലം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അത് ഫ്രാക്ഷണൽ നാപ്സാക്ക് ആയിരുന്നു. ഇത് ബാക്ക് ട്രാക്കിങ്ങിൽ വരുന്ന നാപ്സാക്കാണ് 0 or 1 നാപ്സാക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിൽ പഠിക്കാൻ. അതിൻ്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ പഠിക്കണം, എൻക്വീൻസ് പ്രോബ്ലം, അതിൻ്റെ അൽഗോരിതം, പ്രോബ്ലം അനാലിസിസ് അത് പഠിക്കണം, 0 or 1 നാപ്സാക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണം. അപ്പോൾ ഇത്രയ്ക്ക് ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ഒരു ഡിസൈൻ ടെക്നിക്ക് ബാക്ക് ട്രാക്കിംഗ്. ഈ സെക്കൻഡ് ടെക്നിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഒരു ഡിസൈൻ ടെക്നിക്കിൻ്റെ പേരാണ്. ഇപ്പോൾ ഗ്രീഡി എന്നൊക്കെ പറയുന്ന പോലെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിനകത്ത് നമുക്ക് ഒരു പ്രോബ്ലം മാത്രമേ പഠിക്കാനുള്ളൂ, TSP, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം അതെങ്ങനെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത്. DSP തന്നെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ സിലബസിൽ പറയുന്നത് TSP യൂസിങ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മാത്രമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് TSP പഠിക്കേണ്ടത്. പിന്നെ തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കോംപ്ലക്സിറ്റി തിയറി. ഇത് അൽഗോരിതം കോംപ്ലക്സിറ്റി തിയറി, ഇത് അൽഗോരിതം അല്ല, അൽഗോരിതം പ്രോബ്ലം അല്ല, അത് തിയറി പാർട്ടാണ്. കോംപ്ലക്സിറ്റി തിയറി എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും NP ഹാർട്ട്, NP കംപ്ലീറ്റ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു തിയറി പാർട്ടാണ് ഇതിൽ വരുന്നത്, കോംപ്ലക്സിറ്റി തിയറിക്കകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ടോപ്പിക്കാണ് നമുക്ക് 6th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്തിട്ട് 2 പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, എൻക്വീൻസും 0 or 1 നാപ്സാക്ക് പ്രോബ്ലം. പിന്നെ വരുന്നത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞ ഡിസൈൻ ടെക്നിക്കാണ്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാവലിംഗ് സെയിൽസ്മാൻസ് പ്രോബ്ലം പഠിക്കാനുണ്ട്. പിന്നെ കോംപ്ലക്സിറ്റി തിയറി എന്ന് പറഞ്ഞ കുറച്ച് തിയറി പാർട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് ട്രാക്കിംഗ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ബാക്ക് ട്രാക്കിംഗ് ഇവിടെ നോക്കാം. ബാക്ക് ട്രാക്കിംഗ് എന്താണ്? ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ്. ബാക്ക് ട്രാക്കിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ്. എന്തിനുള്ള മെത്തേഡാണ് നോക്കൂ, 1 second. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് വിച്ച് ഡീൽസ് വിത്ത് എ സെറ്റ് ഓഫ് സൊല്യൂഷൻ. ഡിഫറെൻറ്റ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും, സാറ്റിസ്ഫൈയിങ് സം കൺസ്ട്രെയിൻസ്. ഇപ്പോൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് പോലത്തെ പ്രോബ്ലംസ് തന്നെ, ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും ഇതിന്. ഇപ്പോൾ ബാക്ക് ട്രാക്കിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് സെർച്ചിങ് ഫോർ ദ സൊല്യൂഷൻ. ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മളൊരു സൊല്യൂഷൻ, ഒരു ആൻസർ സെർച്ച് ചെയ്ത് വരും ടു എ കോമ്പിനറ്റോറിയൽ പ്രോബ്ലം. കോമ്പിനറ്റോറിയൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും ആ പ്രോബ്ലത്തിന്. ആൻസറിന് തന്നെ, സൊല്യൂഷൻ തന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും, ബൈ മീൻസ് ഓഫ് ആൻ അൽഗോരിതം. പിന്നെ ദ മെയിൻ ഐഡിയ ഇതിൽ എന്താണെന്ന് നോക്കുക. ദ മെയിൻ ഐഡിയ ഈസ് ടു ക്രിയേറ്റ് സൊല്യൂഷൻസ് ബൈ സെലക്ടിങ് 1 കമ്പോണൻറ്റ് അറ്റ് എ ടൈം. ഒരു കമ്പോണൻ്റാണ്, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു കമ്പോണൻറ്റ് അറ്റ് എ ടൈം എടുക്കുന്നു. ഗ്രീഡിയിൽ നമ്മൾ അങ്ങനെയാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ഈ ഫോളോയിങ് ക്രൈറ്റീരിയ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇഫ് എ പാർഷ്യലി കൺസ്ട്രക്റ്റഡ് സൊല്യൂഷൻ ക്യാൻ ബി ഡെവലപ്ഡ് ഫർദർ വിത്തൗട്ട് വയലേറ്റിംഗ് ദ പ്രോബ്ലം കൺസ്ട്രെയിൻസ്, ഇറ്റ് ഈസ് ഡൺ ബൈ ടേക്കിംഗ് ദ ഫസ്റ്റ് റിമൈനിങ് ഓപ്ഷൻ. അപ്പോൾ അതായത് ഒരു പാർഷ്യലി കൺസ്ട്രക്റ്റഡ് നമുക്കൊരു സൊല്യൂഷൻ എടുത്ത് ചോദിക്കും. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നതിലാണ് നമ്മൾ സൊല്യൂഷൻ. ഇപ്പോൾ നാപ്സാക്ക് എടുക്കണമെങ്കിൽ X1, X2 അങ്ങനത്തെ ഒരു പാർഷ്യലി കൺസ്ട്രക്റ്റഡ്. നമുക്ക് 4 ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ X1, X2 ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ സൊല്യൂഷൻ നമ്മളിങ്ങനെ പാർഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പോൾ ക്യാൻ ബി ഡെവലപ്പ്, അതിനെ ഡെവലപ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസ് ഒന്നും വയലേറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദർ ഈസ് നോ ഓപ്ഷൻ ഫോർ ദ നെക്സ്റ്റ് കമ്പോണൻറ്റ്, അടുത്ത കമ്പോണൻറ്റിന് വേണ്ടി ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ റിമൈനിങ് ഓൾട്ടർനേറ്റ് കമ്പോണൻറ്റ്സ് നീഡ് നോട്ട് ബി കൺസിഡർ. അങ്ങനെയാണെങ്കിൽ വേറെ കമ്പോണൻറ്റ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾസ് നമ്മൾ എൻക്വീൻസ് പ്രോബ്ലം ഈ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. 0 or 1 നാപ്സാക്ക് പ്രോബ്ലം ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്ത് ചെയ്യാം.
സബ്സെറ്റ് സം പ്രോബ്ലവും ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഇത് രണ്ടും മാത്രമാണ് പഠിക്കാനുള്ളത്, n ക്വീൻസും 0 or 1 നാപ്സാക്ക് പ്രോബ്ലം. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ജസ്റ്റ് നൊട്ടേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ബാക്ക് ട്രാക്കിംഗ് വരുന്നത് നോക്കാം. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ മീനിങ് എത്രയൊക്കെയുള്ളൂ. ബാക്ക് ട്രാക്കിംഗ് ആ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളിങ്ങനെ ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അത് സോൾവ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് മനസ്സിലാവാണ് നമ്മൾ വന്ന വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു പോവും. ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ച് എടുക്കുന്നവർ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോയിട്ട് എവിടെയാണോ തെറ്റിയത് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പ്രോഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രേസ് ബാക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ പ്രോഗ്രാമിലൊരു എറർ വന്നു നോക്കിയാൽ അപ്പോൾ അതിൽ നിന്ന് ചിലർ ആദ്യം തുടങ്ങിയിരുന്ന് വായിച്ച് നോക്കും, ചിലരെന്ത് ചെയ്യും? ട്രേസ് ബാക്ക് ചെയ്ത് നോക്കും. ആ പോയിൻ്റ് ഓഫ് എററിൽ നിന്ന്, ഇപ്പോൾ പോയിൻ്റ് ഓഫ് എറർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? പിന്നെ പ്രൊസീഡ് ചെയ്യുന്നതിൽ മീനിങ് ഇല്ല. ആ പ്രോഗ്രാം പ്രൊസീഡ് ചെയ്യുന്നതിൽ അത് കഴിഞ്ഞിട്ടുള്ള കോഡ് എഴുതുന്നതിന് മീനിങ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ബാക്ക് ട്രാക്ക് ചെയ്ത് എവിടെയാണ് എനിക്ക് എറർ വന്നതെന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കും. അവിടെ നിന്ന് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു എറർ വന്നു. അപ്പോൾ പിന്നെ പ്രൊസീഡ് ചെയ്യുന്നതിൽ മീനിങ് ഇല്ല. ഞാൻ വിചാരിച്ച ഔട്ട്പുട്ടല്ല കിട്ടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബാക്കിലേക്ക് പോവും. ബാക്ക് ട്രാക്ക് എത്തിയപ്പോൾ ഞാനിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു പൊസിഷനിലെത്തിയപ്പോൾ ഇവിടെ തുടങ്ങിയാണ് എനിക്ക് മിസ്റ്റേക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ മെത്തേഡിനെ അവോയ്ഡ് ചെയ്തിട്ട് വേറൊരു മെത്തേഡിലേക്ക് പോകും. അപ്പം അങ്ങനെയാണ് ഈ ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ചിൽ ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ലൈഫിൽ കുറേ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് പോയിട്ട് പിന്നെ എവിടെ നിന്നാണോ മിസ്റ്റേക്ക് വന്നത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ബാക്ക് ട്രാക്കിംഗ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ്, അതിന് വേണ്ടി നമ്മളൊരു ട്രീ വരച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്നാണ് ആ ട്രീനെ പറയുക. ഒരു ട്രീ വരച്ച്, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു ട്രീ വരച്ച് നോക്കാമെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഒരു ഫസ്റ്റ് നോഡ്, അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ നോഡിലേക്കാണെന്ന് വിചാരിക്കും. പിന്നത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടേക്ക് പോകണം. പിന്നത്തെ സൊല്യൂഷൻ കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകും. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവണം ഇനി പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ മെത്തേഡ് ഇവിടെ അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ബാക്കിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ആ ഓപ്ഷനിലേക്ക് പോകും. ഇപ്പോൾ ബൈനറി ട്രീ ആണെങ്കിൽ 2 ഓപ്ഷൻ ആയിരിക്കും. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴും നമുക്ക് സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി 1 more സ്റ്റെപ്പ് ബാക്ക് ട്രാക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ ഇതും വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെയും സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. എന്നിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ട്രീ ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് പോകും. അങ്ങനെ ബാക്ക് ട്രീ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് ട്രാക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ട്രീ യൂസ് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് if any of the problem that can be solved using backtracking, the solution can be represented as an n tuple എന്ന് പറഞ്ഞാൽ റോ എന്നാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ആൻസറിനെ നമുക്ക് ബാക്ക് ട്രാക്കിങ്ങിലുള്ള എൻ്റെ ആൻസറിനെ നമുക്ക് ഒരു റോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഒരു ടപ്പിളായിട്ട്. ഇപ്പോൾ നാപ്സാക്ക് പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീഡിയിൽ ചെയ്തപ്പോഴും മനസ്സിലായി നാപ്സാക്കിൻ്റെ എങ്ങനെയാണ് ആദ്യം x1 4 ഐറ്റമുള്ള നാപ്സാക്ക് ആണെങ്കിൽ x1 x2 x3 x4 അങ്ങനെ ഒരു ടപ്പിളായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം കംപ്ലീറ്റ് ആയിട്ട് എടുത്തെങ്കിൽ 1, സെക്കൻഡ് ഐറ്റം 0.5 ആണ് എടുത്തെങ്കിൽ 0.5, തേർഡ് ഐറ്റം പകുതിയാണ് എടുത്തെങ്കിൽ 0.5, ലാസ്റ്റ് ഐറ്റം എടുത്തില്ലെങ്കിൽ 0. ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് n tuple. അതിനെയാണ് x1 x2 x3 etc. up to xn. ദിസ് n tuple ഈസ് കോൾഡ്. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ x1 x2 x3 x4നെ ഇതിലൊരു പേര് പറയും സ്റ്റേറ്റ് ഓഫ് ദ പ്രോബ്ലം. അതിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ് ഓഫ് ദ പ്രോബ്ലം, ഒരു സ്റ്റേറ്റ്. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാകും. അപ്പോൾ 1.5 0.50 അതുപോലെ തന്നെ 1 1 1.5 അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും സൊല്യൂഷൻ. ദ സെറ്റ് ഓഫ് ഓൾ സച്ച് പോസിബിൾ സ്റ്റേറ്റ്സ് ഈസ് കോൾഡ് സ്റ്റേറ്റ് സ്പേസ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പോസിബിൾ സ്റ്റേറ്റ്സിനെയും പറയുന്നതാണ് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടപ്പിൾ. അതുപോലെ എല്ലാ പോസിബിലിറ്റീസിനെയും പറയുന്നതാണ് സ്റ്റേറ്റ് സ്പേസ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രീനെ പറയുന്നതാണ് സ്റ്റേറ്റ് സ്പേസ് ട്രീ. അത് നമുക്ക് ട്രീയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇതൊക്കെ ജസ്റ്റ് തിയറി പാർട്ട് പോലെ പറഞ്ഞു പോകണമെന്നാണ്. ദർ ആർ 2 ട്രീ ബേസ്ഡ് അൽഗോരിതം. നമുക്ക് ഓൾറെഡി അറിയാം ട്രീ ബേസ്ഡ് 2 സെർച്ച് ഉള്ളത് നമുക്ക് ഏതൊക്കെയാണ്? ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും. അപ്പോൾ ഇവിടെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചാണ് നമ്മൾ സെർച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയും. ഇപ്പോൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ചാണ് ഞാൻ നേരത്തെ ആ ട്രീയിൽ കാണിച്ചത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ എപ്പോഴും എങ്ങനെ പോകും? മാക്സിമം ഇവിടം വരെ എത്താൻ പറ്റുമോ നോക്കും, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോയിട്ട് ഇപ്പോഴത്തെ അടുത്ത ഓപ്ഷൻ എടുക്കും. അപ്പോൾ അത് ഡെപ്ത് ഫസ്റ്റ് സെർച്ചാണ് ബാക്ക് ട്രാക്കിങ്ങിൽ ഉപയോഗിക്കുന്നത്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞ ഡിസൈൻ ടെക്നിക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ആ മെത്തേഡിനെ പറയുന്നതാണ് എന്ത്?
അത് യൂസ് ചെയ്യുന്നത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ ട്രീ എന്ന് പറയുന്നതിൽ ട്രീക്ക് കുറേ ഡിഫറെൻറ്റ് നോഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ നോഡും ഇപ്പോൾ ട്രീയുടെ ഡിഫറെൻറ്റ് നോഡ്സ് എടുക്കാം. നമ്മൾ ട്രീ പഠിക്കുമ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാക്കുക. ഒരു ട്രീ എന്ന് പറയുമ്പോൾ അതിന് ഡിഫറെൻറ്റ് നോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് സ്പേസ് ട്രീയുടെ ഇത് തിയറി ആയിട്ട് ചോദിക്കും. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോഡ്സ് ഇൻ എ സ്റ്റേറ്റ് സ്പേസ് ട്രീ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് നോഡാണുള്ളത്. പിന്നെ ഒരു ഫംഗ്ഷനും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലൈവ് നോഡ്, പിന്നെ ലൈവിൻ്റെ ഓപ്പോസിറ്റ് ഡെഡ് നോഡ്, പിന്നെ എന്താണ് ഇ നോഡ്. ഇ എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രീ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രീ സ്റ്റേറ്റ് സ്പേസ് ട്രീ വേറെ വരുന്നുണ്ട്, അത് പഠിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ ഒരു ട്രീ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുക. ഇപ്പോൾ ഒരു ട്രീ എടുക്കുമ്പോൾ അതിൽ ലൈവ് നോഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഓരോ നോഡിലും അതിന് മുമ്പ് ബൗണ്ടിങ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓരോ നോഡിലും നമ്മൾ ഓരോ നോഡ് എന്ന് പറയുന്നത് ഓരോ ഓപ്ഷൻസാണ്. ഓരോ നോഡിലും എന്തായിരിക്കും കൺസ്ട്രെയിൻസ് ചെക്ക് ചെയ്യും. കൺസ്ട്രെയിൻസ് ആർ ചെക്ക്ഡ് അറ്റ് ഈച്ച് നോഡ് യൂസിങ് ബൗണ്ടിങ് ഫംഗ്ഷൻ. ഇഫ് ബൗണ്ടിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദെൻ ഇറ്റ് ബിക്കം എ ഡെഡ് നോഡ്. ഓരോ നോഡിലും ഈ സൊല്യൂഷൻ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ നാപ്സാക്കിൻ്റെ എടുക്കണമെങ്കിൽ കൺസ്ട്രെയിൻ്റ് എന്താണ്? കപ്പാസിറ്റി എക്സീഡ് ചെയ്തോ എന്നുള്ള കൺസ്ട്രെയിൻ്റാണ് എടുക്കുന്നത്. കപ്പാസിറ്റി എക്സീഡ് ചെയ്തെങ്കിൽ പിന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് 0 or 1 നാപ്സാക്കാണ്. ഗ്രീഡിയിലാണ് നമുക്ക് പകുതി ഫ്രാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 0 or 1 എന്ന് പറയുമ്പോൾ ഐദർ റൈറ്റ് എടുക്കുക അല്ലെങ്കിൽ എടുക്കാതിരിക്കുക, കംപ്ലീറ്റ്ലി എടുക്കാതിരിക്കുക, അതാണ്. അപ്പോൾ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ, കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് കപ്പാസിറ്റി എക്സീഡ് ചെയ്തോ, ആ കൺസ്ട്രെയിൻസ് ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്? ബൗണ്ടിങ് ഫംഗ്ഷൻ. അതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, കൺസ്ട്രെയിൻ ചെക്ക് ചെയ്യുന്നത്. ഈ ലൈവ് നോഡ് എന്ന് പറയുന്നത് എന്താണ്? എ നോഡ് വിച്ച് ഹാസ് ബീൻ ജനറേറ്റഡ് ആൻഡ് ഓൾ ഹൂസ് ചിൽഡ്രൻ ഹാവ് നോട്ട് യെറ്റ് ബീൻ ജനറേറ്റഡ് ആർ കോൾഡ് എ ലൈവ് നോഡ്. ഒരു നോഡിന് ലൈവ് നോഡ് എന്ന് പറയണമെങ്കിൽ ഈ നോഡ് ജനറേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതാണ് ലൈവ് നോഡ്. ഈ നോഡ് ഉണ്ടാക്കി, പക്ഷേ അതിൻ്റെ ചിൽഡ്രനെ 2 ചിൽഡ്രൻ പോസിബിളാണ് ഇതിന്, ആ ചിൽഡ്രനെ ജനറേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ നോഡിനെയാണ് എന്ത് പറയുന്നത്? ലൈവ് നോഡ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് അടുത്ത ടൈപ്പ് എന്താണ്? ഡെഡ് നോഡ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? ഡെഡ് നോഡ് എന്ന് പറയണമെങ്കിൽ ഡെഡ് നോഡ് ഈസ് ജനറേറ്റഡ് നോഡ് വിച്ച് നീഡ് നോട്ട് ബി എക്സ്പാൻഡഡ് ഫർദർ. ഡെഡ് നോഡ് എന്ന് പറയുന്നത് ഒരു ട്രീയുടെ ഈ സ്റ്റേറ്റ് സ്പേസ് ട്രീയുടെ ലൈവ് നോഡ് നമുക്കിപ്പോൾ മനസ്സിലായി. എന്താണ്? ഒരു ട്രീയുടെ ആ നോഡിനെ ജനറേറ്റ് ചെയ്തു, പക്ഷെ അതിൻ്റെ ചിൽഡ്രനെ ജനറേറ്റ് ചെയ്തിട്ടില്ല, ജനറേറ്റ് ചെയ്യണം. ഈ ഡെഡ് നോഡ് എന്ന് പറയുന്നത് ലീഫ് നോഡ്സിന് ഇക്വലൻ്റ് ആണ്. അതായത് ഇനി അതിനെ ഫർദർ ജനറേറ്റ് ചെയ്താൽ നമുക്ക് സൊല്യൂഷനിൽ എത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചിൽഡ്രനെ ഒന്നും ജനറേറ്റ് ചെയ്യില്ല. അങ്ങനത്തെ നോഡിനെയാണ് എന്ന് പറയുന്നത് ഡെഡ് നോഡ്. ഇനി എക്സ്പാൻഡിങ് നോഡ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോഡ്, അതായത് ദ ലൈവ് നോഡ് ഹൂസ് ചിൽഡ്രൻ ആർ കറൻ്റ്ലി ബീയിങ് ജനറേറ്റഡ്. ഏത് നോഡിൻ്റെയാണോ ചിൽഡ്രനെ ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്, അതിനെയാണ് എക്സ്പാൻഡിങ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടെർമിനോളജി നമ്മൾ തിയറി പാർട്ടിന് വേണ്ടി അറിഞ്ഞിരിക്കണം. പ്രോബ്ലത്തിലോ ഇതിൽ കാര്യങ്ങളിലൊന്നും നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ട്രീയുടെ സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ന് പറഞ്ഞ ട്രീയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോഡ്സ് ആണ് ഇങ്ങനെ പറയുന്നത്. ഈ സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ന് പറയുമ്പോൾ എല്ലാ പോസിബിലിറ്റീസും കാണിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളും ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ സ്റ്റേറ്റ്സ് എല്ലാം കാണിക്കുന്ന ട്രീനെയാണ് സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ന് പറയുന്നത്. എല്ലാ സൊല്യൂഷൻ സ്റ്റേറ്റ്സും അതിൽ ഒരെണ്ണമായിരിക്കും കറക്റ്റ് അതിൽ ആൻസറായിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഒരു 4 ക്വീൻസ് പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ട്രീ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എല്ലാ പോസിബിലിറ്റീസും വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ആ n ക്വീൻസ് പ്രോബ്ലം നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം, എന്നാലാണ് മനസ്സിലാവുക. ഇതിൻ്റെ അതിന് മുമ്പ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഫോർ ബാക്ക് ട്രാക്കിംഗ്. കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ജനറലി ബാക്ക് ട്രാക്കിങ്ങിനെ ഈ ട്രീ നമുക്ക് ഡിസ്കസ് ചെയ്യാം, n ക്വീൻസ് പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഫോർ ബാക്ക് ട്രാക്കിംഗ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും കൺട്രോൾ അബ്സ്ട്രാക്ഷൻ, ഗ്രീഡി മെത്തേഡിൻ്റെ, ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ, ബാക്ക് ട്രാക്കിങ്ങിൻ്റെ, ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ജനറലി എന്താണ് ഈ ഇതിൽ ചെയ്യണതെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ സൊല്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ xi വരെയുള്ള x1 x2 xi എക്സെട്ര അപ് ടു xi വരെയുള്ളത് നമുക്ക് കിട്ടി. ടോട്ടൽ നമുക്ക് എത്ര n വരെയുള്ള സൊല്യൂഷൻസ് വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു നാപ്സാക്കിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും x1. ഇപ്പോൾ നാപ്സാക്ക് പ്രോബ്ലത്തിലാണെങ്കിൽ
നമുക്കിവിടെ x1 x2 ഓരോ ഐറ്റംസ് ആഡ് ചെയ്തു. x2 വരെയുള്ള ഐറ്റംസ് ആയിരുന്നു. നമുക്ക് ടോട്ടൽ 6 ഐറ്റംസ് ഉണ്ടെന്ന് വയ്ക്കും. x3 വരെയുള്ള ഐറ്റംസ് നമുക്ക് കിട്ടി. നമുക്ക് എത്ര വരെയുള്ള ഐറ്റംസ് കിട്ടണം? x6 വരെയുള്ളത് കിട്ടണം. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. xi വരെയുള്ള ഐറ്റംസ് നമുക്ക് ലെറ്റ് x1 x2 എക്സെട്ര അപ് ടു xi ബി ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഫോർ xi + 1. അത് കിട്ടി. ടോട്ടൽ വരുന്നത് എത്രയാണ്? n ഐറ്റംസ് ആണ്. ഇനി അടുത്ത ഐറ്റത്തിനെ x3 വരെയുള്ളതാണ് കിട്ടിയത്. x4നെ നമുക്ക് എടുക്കണമെങ്കിൽ x4നെയാണ് അടുത്തായിട്ട് നമുക്ക് എടുക്കേണ്ടത്. അതാണ് പറയുന്നത് xi + 1. xi + 1 നെക്സ്റ്റ് സൊല്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ എന്ത് അപ്രോച്ച് എടുക്കണമെന്ന് പറയുന്നത്? ലെറ്റ് t of x1 x2 എക്സെട്ര അപ് ടു xi be the set of all possible values for xi + 1 such that is also x1 x2 എക്സെട്ര അപ് ടു xi + 1 is also a path to a problem state. ഇപ്പോൾ xi + 1 എടുക്കുമ്പോൾ അതും എന്തായിരിക്കണം? പ്രോബ്ലം സ്റ്റേറ്റിലേക്കുള്ള ഒരു പാത്തായിരിക്കണം. ദ കാൻഡിഡേറ്റ് ഫോർ ദ സൊല്യൂഷൻ i + 1 i + 1 വരുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഇൻ ദ സൊല്യൂഷൻ വെക്ടർ, ഈ സൊല്യൂഷൻ വെക്ടർ ആർ ദോസ് വാല്യൂസ് വിച്ച് ആർ ജനറേറ്റഡ് ബൈ ടി ആൻഡ് സാറ്റിസ്ഫൈ bi + 1. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ മീനിങ് അത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് xi വരെയുള്ള വാല്യൂസ് നമ്മൾ എടുത്തു. ടോട്ടൽ നമുക്ക് xn വരെയുള്ളത് വേണം. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് xi വരെയുള്ള എടുത്തു, അതായത് 3 വരെയുള്ള എടുത്തു, 6 വരെ ടോട്ടൽ എടുക്കണം. ഇപ്പോൾ നെക്സ്റ്റ് 3 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന i + 1 വാല്യൂ എന്ന് പറയുന്നത് 4. അടുത്ത് എടുക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? എടുക്കുന്നത് ഈ ബൗണ്ടിങ് ഫംഗ്ഷൻ ഒരു കൺസ്ട്രെയിൻറ്റ് ഉണ്ടായിരിക്കും, അതിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ നാപ്സാക്ക് പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ x1 3 ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തു, ടോട്ടൽ 6 ഐറ്റംസ് ഉണ്ട്. ഈ 3 കഴിഞ്ഞ് 4ാമത്തെ ഐറ്റം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെദർ അത് ആഡ് ചെയ്യുമ്പോൾ അത് കൺസ്ട്രെയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന്, അതായത് നാപ്സാക്ക് കപ്പാസിറ്റിനെ എക്സീഡ് ചെയ്യരുത് എന്നുള്ളതാണ് കൺസ്ട്രെയിൻറ്റ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ xi i + 1 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് നോക്കാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഇതിൻ്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് പറയുന്നത്? അൽഗോരിതം ഒരു റിക്കേഴ്സീവ് ആയിട്ടാണ് ഇത് പറയുന്നത്. അൽഗോരിതം ബാക്ക് ട്രാക്ക് ഓഫ് kth ഐറ്റം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എന്താണ്? ഫോർ ഈച്ച് എക്സ് ഓഫ് k എലമെൻറ്റ് ഓഫ് t ഓഫ് x1 എക്സെട്ര അപ് ടു k - 1 ഡു k - 1 വരെയുള്ള ഒരു അരയിലേക്ക് kth ഐറ്റത്തിനും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? kയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബൗണ്ടിങ് ഫംഗ്ഷൻ നോക്കാം. bk ഓഫ് x1 x2 എക്സെട്ര അപ് ടു xk അത് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കാം. ബൗണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ബൗണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 1 അങ്ങനത്തെ വാല്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ 0 ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. 0 അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ xkനെയും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് ഔട്ട്പുട്ടിലേക്ക് നമ്മുടെ 1 to k എന്നുള്ളത് എടുക്കണം. അപ്പം മീനിങ് എത്രയ്ക്കുള്ളൂ? ഫോർ ഈച്ച് എക്സ് ഓഫ് k ഒരു എക്സ് ഓഫ് k ബാക്ക് ട്രാക്ക് ഓഫ് k എന്നുള്ളതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ kth സൊല്യൂഷനെ k - 1 വരെയുള്ള സൊല്യൂഷൻ സ്പേസ് ട്രീയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് k കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബൗണ്ടിങ് ഫംഗ്ഷൻ നോക്കി നോക്കാം. k ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കൺസ്ട്രെയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഈ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻസർ നോഡിലേക്കുള്ള സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യണം? ഇനി ഇഫ് k <n, ഇപ്പോൾ kയുടെ വാല്യൂ n-നേലും ലെസ് ആണെങ്കിൽ n ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും kയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ kയുടെ വാല്യൂ n ആയോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യണം. kയുടെ വാല്യൂ n ആയിട്ടില്ലെങ്കിൽ വീണ്ടും ബാക്ക് ട്രാക്ക് എന്ന് പറയുമ്പോൾ റിക്കേഴ്സീവായിട്ട് ഇത് വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് അടുത്ത ഐറ്റത്തിന് ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ജനറലി പറയുന്ന ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? കൺസ്ട്രെയിൻറ്റ് ചെക്ക് ചെയ്യണം. അതുമാത്രമേ ഈ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ്റെ മീനിങ്. കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ ഐറ്റത്തിന് ആഡ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ആഡ് ചെയ്യില്ല, എന്നിട്ട് വീണ്ടും അത് റിക്കേഴ്സീവായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ പഠിക്കുക. ചെറിയൊരു കൺട്രോൾ അബ്സ്ട്രാക്ഷനാണ് റിക്കേഴ്സീവ് ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം. അപ്പോൾ അതിൻ്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷനാണ്. ഇനി അതിൻ്റെ എഫിഷ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്? ഓരോ എക്സ് ഓഫ് k ജനറേറ്റ് ചെയ്യാനുള്ള ടൈം എടുക്കും. പിന്നെ എക്സ് ഓഫ് k കൺസ്ട്രെയിൻറ്റ്സ് ദ നമ്പർ ഓഫ് എക്സ് ഓഫ് k, എത്ര എക്സ് ഓഫ് kകളാണ് ഈ കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നോക്കും. പിന്നെ ബൗണ്ടിങ് ഫംഗ്ഷൻ ഒരു ടൈം എടുക്കും. നമ്പർ ഓഫ് ബൗണ്ടിങ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. അതുപോലെ ബൗണ്ടിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ഓഫ് kകളുടെ ടൈം എടുക്കും bk. അപ്പോൾ ഇതിൻ്റെയും അതുപോലെ ടൈം എടുക്കുന്നത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഓരോന്നിനും പോളിനോമിയൽ ടൈം എടുക്കണമെന്ന് പറയുന്നുള്ളൂ. അതിൻ്റെ പ്രൂഫൊന്നും നമുക്ക് പഠിക്കാനില്ല. പോളിനോമിയൽ ടൈം എടുക്കണം. പോളിനോമിയൽ ടൈം എന്ന് പറയുമ്പോൾ
ഒരു പോളിനോമിയലായിരിക്കും. ഇപ്പോൾ പി ഓഫ് എൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമ്പർ ഓഫ് എക്സ് ഓഫ് കെ സാറ്റിസ്ഫൈങ് ബി ഓഫ് കെ എന്ന് പറയുന്നത് 2n ടൈം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് പി ഓഫ് എൻ ഇൻറ്റു 2n ആണ് ഇതിൻ്റെ ടോട്ടൽ എടുക്കുന്ന ടൈം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറലായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി ഈ പാർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ വരുന്നില്ല. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം, ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോകാനാണ്. എന്താണ് ബാക്ക് ട്രാക്കിംഗ് എന്നൊക്കെ പറയുന്നത്? അതായത് ഒരു സൊല്യൂഷനിൽ എത്താൻ പറ്റില്ലെങ്കിൽ, ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് സൊല്യൂഷനിൽ എത്താൻ പറ്റില്ലെങ്കിൽ തിരിച്ചു പോകുക. അതാണ് ബാക്ക് ട്രാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ തിയറി ആയിട്ട് നമുക്ക് ചോദിക്കുന്നത് ഇതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോഡ്സ് ഇൻ ദ സ്റ്റേറ്റ് സ്പേസ് ട്രീ, അത് ചോദിക്കും. അതുപോലെ ബൗണ്ടിങ് ഫംഗ്ഷൻ ചോദിക്കും. അതൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റേറ്റ് സ്പേസ് ട്രീ വരയ്ക്കാനായിട്ട് ചോദിക്കും. ഒരു 4 ക്വീൻസ് പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ട്രീ ആണ്. അത് നമുക്ക് 4 ക്വീൻസ് പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ. അപ്പോൾ അത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് സ്പേസ് ട്രീ കംപ്ലീറ്റ്, ഇതെന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ട്രീ ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് സ്പേസ് ട്രീ ആണിത്. അതിൻ്റെ സൊല്യൂഷൻ്റെ മാത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് വേറെയാണ് വരയ്ക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് സ്പേസ് ട്രീ ആണിത്. പിന്നെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഓഫ് ബാക്ക് ട്രാക്കിംഗ്, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ എഫിഷ്യൻസി ഓഫ് ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം അങ്ങനെ ചോദിക്കാറില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എൻ ക്വീൻസ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൽ ബാക്ക് ട്രാക്കിങ്ങിൽ 2 പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. എൻ ക്വീൻസ് പ്രോബ്ലം, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നാപ്സാക്ക് പ്രോബ്ലം, 0 or 1 നാപ്സാക്ക് പ്രോബ്ലം. ഈ 2 പ്രോബ്ലമാണ് നമുക്ക് ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് വരും.